എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വന്നതാട്ടോ. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ ജോലി ചെയ്യുന്ന നഴ്സുമാർ, ഡോക്ടർമാർ അവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ നിൽക്കുന്ന ഇപ്പോൾ പുട്ടപർത്തിയിലാട്ടോ. പുട്ടപർത്തിയിൽ ഡ്യൂട്ടിക്ക് വന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു കൗസമ്മ എന്ന് പറഞ്ഞിട്ടൊരു അമ്മയുണ്ട്. അപ്പോൾ അമ്മയുടെ ഏടത്തീൻ്റെ മോളോ കൊച്ചിനെ ആർക്കോ ഒരാൾക്ക് ഇവിടുന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് അമ്മേനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിടാൻ, അമ്മയ്ക്ക് ഇച്ചിരി പ്രായമായത്, അപ്പോൾ ഒറ്റയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അമ്മേൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ 2 ചേച്ചിമാർ വേറെ വന്നിട്ടുണ്ട്. അവർ ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ കാണാമെന്ന് പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, കാണിക്കാനുണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഇവിടെ പൊങ്കലായതുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ ലീവാണ്. അപ്പോൾ ഇന്ന് ഡോക്ടറെ കാണാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് കാണിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ, അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി റൂമിലാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ അമ്മേനെ അവരെ കൂടെ അങ്ങോട്ട് റൂമിലേക്ക് പറഞ്ഞു വിട്ടു. നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ പാടായതുകൊണ്ട് ഞങ്ങൾ ആ കൊച്ചിനെ കാണാൻ പോയില്ല. അപ്പം നമ്മളിതിലിങ്ങനെ വെറുതെ നടക്കുക കേട്ടോ. അമ്മ വരുന്നോടം വരെ വെറുതെ ഇതിലൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഇവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആർക്കെങ്കിലും ഇവിടേക്ക് വരണമെങ്കിൽ ഇങ്ങനെ അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ അസുഖമായിട്ട് പൈസയൊന്നും ഇല്ലാതെയുള്ളവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ അവിടെ കാണിച്ച ചീട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നാൽ മതി. അപ്പം നമുക്കിവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രീ ആയിട്ട് ചെയ്തു തരും കേട്ടോ. വാൽവിനൊക്കെ കംപ്ലൈൻ്റ് ഉള്ളവർക്ക്, ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവർക്ക്, പിന്നെ കൈൻ്റെയൊക്കെ എല്ലൊക്കെ പൊട്ടി ഉള്ളവർക്ക്, അതുപോലെ എല്ലിന് വളവുള്ളവർക്ക്, അങ്ങനെയുള്ള എല്ല് സംബന്ധമായതും ഹാർട്ട് സംബന്ധമായതൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇവിടെ വലിയൊരു ശിവലിംഗത്തിൻ്റെ രൂപത്തിലൊരു ക്ഷേത്രം പണിതിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി പോയത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറാൻ പറ്റില്ല. അവിടെ രാവിലെ വൈകുന്നേരം ഏതോ ഒരു സമയമാണ് അവിടെ ദർശനമുള്ളൂ. നമ്മൾ ഇനി പുറത്ത് നിന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് പോയത്. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്ത് ഞാൻ റീലായിട്ടായിരുന്നു ചെയ്തത്. ഞാൻ ഇതിനകത്ത് റീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ആ ക്ഷേത്രം കാണാം. വീഡിയോയിൽ അതില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അങ്ങ് ദൂരേക്ക് നടക്കണം. ഇതുണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാലേ ഇവിടെ കാണാൻ. എനിക്കിവിടെ എത്ര വന്നാലും എനിക്ക് മതിയാവില്ല കേട്ടോ. എനിക്ക് ഇവിടെ തന്നെ നിൽക്കാനാണ് എനിക്കിഷ്ടം. സ്വാമിയുടെ ഈ മണ്ണിൽ തന്നെ നിൽക്കാനാണ് എനിക്കിഷ്ടം. ഇവിടെ എവിടെയെങ്കിലും പക്ഷേ ആദ്യമൊക്കെയാണെങ്കിൽ നമുക്കിവിടെ നിൽക്കായിരുന്നു. ഇപ്പം ഇവിടെയൊക്കെ സ്ഥലം വാങ്ങണമെങ്കിൽ ഭയങ്കര പൈസയാണ്. കാരണം ഇപ്പം അത്രമാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര ഇപ്പം സ്ഥലത്തിനൊക്കെ ഭയങ്കര റേറ്റാണ്. പിന്നെന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരാൾ പല്ല് വെച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ കണ്ടപ്പോൾ അതിലേക്ക് വിട്ട് ബൈക്ക് ഓടിച്ചോണ്ട് പല്ലും തേച്ച് ബൈക്ക് ഓടിച്ചോണ്ട് പോവുക പുള്ളിക്കാരെ. പിന്നെ എന്താ പറയുക, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ്. ഒരു പുണ്യസ്ഥലം തന്നെ പറയാം. കാരണം ഒരു മനുഷ്യനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത്ര കാര്യങ്ങളാണ് സ്വാമി ഇവിടെ ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ ഇവിടെയുള്ള വിദ്യാഭ്യാസമാണേലും, കഴിവില്ലാത്ത മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണേലും എല്ലാം ഫ്രീ ആണ്. LKG മുതൽ കോളേജ്, മ്യൂസിക്കൽ കോളേജ്, അങ്ങനെ നേഴ്സിംഗ് കോളേജ്, അങ്ങനെ ഒരുപാട് കോളേജുകളുണ്ട്. അതെല്ലാം ഫ്രീ ആണ് മക്കൾക്ക്. പിന്നെ ഈ ഹോസ്പിറ്റലിലെ ചിലവുകൾ അത്രയും ഇവിടെ ഈ ഹോസ്പിറ്റലല്ലാതെ നമുക്ക് ആശ്രമത്തിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ഇവിടെയുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് അവിടെ ചികിത്സ കേട്ടോ. പ്രസവമാണെങ്കിലും പനിയാണേലും എന്ത് അസുഖമാണേലും നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയിട്ടാണ് അവിടെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഈ ഹോസ്പിറ്റലാണേലും ഞാൻ പറയാം, ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ആണേലും, പിന്നെ ഇപ്പോൾ കരളിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. അത് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. കരളിൻ്റെയോ കിഡ്നിയുടെയോ അങ്ങനെ എന്തോ അത് ഏതൊക്കെയോ കൂടെ ഇപ്പോൾ ഉണ്ട് ഇവിടെ. അതെല്ലാം ഫ്രീ ആയിട്ടാണ് ഭഗവാൻ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് ഹോസ്പിറ്റല്. അത് എൻ്റെ ഫോൺ അത്ര ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിത് ശരിക്കും എനിക്ക് പിടിച്ചു തരാൻ കഴിയാത്തത്. കണ്ടോ,
അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് അത് പിടിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഇങ്ങനെ വരാനൊന്നും പറ്റില്ല. ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായി ഇവിടെ വന്നതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് നല്ല അല്ലാതെ നമ്മൾ കാണിക്കാനല്ലാതെ നമുക്ക് കാണാനായിട്ടൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി വിടത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ ബൈ ബൈ.